അത് ഓരോ വർഷം നടത്തി പോകുന്നതോറും ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ഒരു ദിവസം രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പാങ്കാലം വരെ ആളുകൾ ഒഴിയാതെ ഈ നഗരത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും ഈ നഗരം അതിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ഞങ്ങളെല്ലാം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എറണാകുളത്ത് നിന്ന് വന്ന് പൂരം കണ്ടിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വന്നിട്ടുണ്ട്. മുതിർന്നതിന് ശേഷം വന്നിട്ടുണ്ട്. അതൊരു വരവാണ്. നമ്മുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും കണ്ടു. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഒരു ഉത്സവം മാറുക, ഒരു പൂരം മാറുക എന്നതാണ്. ആ പൂരമാണ് ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അക്ഷരാർത്ഥത്തിൽ തകരാറിലായത്. വളരെ ഗൗരവകരമായ ഒരു വിഷയം. അതിന്റെ പിന്നിൽ നടന്ന ഒരു ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി, ക്രിമിനൽ ഗൂഢാലോചനയാണ് അതിന്റെ പുറകിൽ നടന്നത്. ആ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഫലപ്രദമായി അവരിലൂടെ നടപ്പിലാക്കിയത്. സാധാരണ പോലീസിനെ ഒരു പ്ലാൻ ഉണ്ടാവും, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവും, എങ്ങനെയാണ് പൂരം നടത്തേണ്ടത്. അത് അതാത് വർഷം ആവശ്യമായ ചെറിയ മിനുക്കുപണികൾ നടത്തി ആ ബ്ലൂ പ്രിന്റാണ്, ആ മാനേജ്മെന്റ് പ്ലാനാണ് പോലീസ് കൃത്യമായി നടപ്പാക്കുന്നത്. ശബരിമല അങ്ങനെയാണ്. ശബരിമലയിൽ ഓരോ സീസണും ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, ഒരു മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട്. എല്ലാ മാസവും 1-ാം തീയതി ആളുകൾ അവിടെ എത്തുമ്പോൾ എത്ര ആൾ ഏകദേശം ഉണ്ടാകും, അതനുസരിച്ചാണ് പ്ലാൻ. വൃശ്ചിക മാസം തുടങ്ങിയാൽ 1-ാം തീയതി മുതൽ ആളുകളുടെ എണ്ണം എത്രമാത്രം വർദ്ധിക്കും. മണ്ഡല മഹോത്സവം നടക്കുമ്പോൾ, അതിനിടയിൽ ഉത്സവം നടക്കുമ്പോൾ, മകരവിളക്കിന്റെ ആഭരണങ്ങളുമായി പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുമ്പോൾ, എല്ലാം കഴിഞ്ഞ് മകരവിളക്ക് ദർശിക്കാൻ അതിനുശേഷം അവിടെ നിന്ന് ആളുകൾ ഇറങ്ങുന്നത്, ഏതെല്ലാം വഴികളിലൂടെയാണ് വരുന്നത് തുടങ്ങി ഇതൊരു ബ്ലൂ പ്രിന്റാണ് പോലീസിന്റെ കയ്യിലുള്ളത്. പോലീസ് അത് കൃത്യമായി ഓരോ വർഷവും വർദ്ധിക്കുന്ന ആളുകളുടെ എണ്ണം, പാർക്കിംഗ് സ്പേസ്, ഈ വാഹനങ്ങൾ എവിടെ ഇടണം, എവിടെ വരണം, ഇതെല്ലാം ചെയ്താണ് പോലീസിന്റെ പ്ലാൻ. ഈ പ്രാവശ്യവും അതുപോലെ പോലീസ് ഒരു യോഗം ചേർന്നിട്ടുണ്ട്. പൂരത്തിന് 3 ദിവസക്കാലം മുമ്പ്, ഞാനത് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. 3 ദിവസം മുമ്പ് കൊണ്ടുവന്നപ്പോൾ ഈ കമ്മീഷണർ, ഇപ്പോൾ ആരോപണ വിധേയനായി സ്ഥലം മാറ്റപ്പെട്ട, അല്ലെ, സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യപ്പെട്ട ഈ കമ്മീഷണർ ഇതിനു മുമ്പുള്ളൊരു പ്ലാൻ കുറെ ഭേദഗതികൾ വരുത്തി, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കൊണ്ടുവരികയാണ്. ആ യോഗം നിയന്ത്രിച്ചത്, ഞാൻ ആധികാരികതയോടെ പറയുന്നു, ആ യോഗം നിയന്ത്രിച്ചത് ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ. അദ്ദേഹം ഇതൊന്ന് പേജെല്ലാം മറിച്ചു നോക്കി, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എനിക്കാണ്, പേജെല്ലാം ഇന്ന് മറിച്ചു നോക്കി നേരെ മേശപ്പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം പ്ലാൻ, ഈ പ്ലാനൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. അതിന് പകരം അദ്ദേഹം തയ്യാറാക്കി കൊണ്ടുവന്ന വേറൊരു പ്ലാൻ അദ്ദേഹം കൊണ്ടുവന്നു. ഈ പ്ലാൻ നടപ്പാക്കിയാൽ മതി, ഇതാണ് ബ്ലൂ പ്രിന്റ്. ഇതിന്റെ വിശദാംശങ്ങൾ പഠിച്ച് താഴെ ചർച്ച ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് നടപ്പാക്കണം എന്നാണ്. ഈ കമ്മീഷണർ പുറത്തേക്ക് വന്നത് പുറത്തു നിന്ന തന്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥന്മാരോട് അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടാണ്, വേറൊന്നും പറഞ്ഞില്ല, ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോയത്. ഈ അജിത് കുമാർ കൊടുത്ത 2ാമത്തെ പ്ലാൻ എന്തായിരുന്നു? അതായത് പൂരം കലക്കാനുള്ള പ്ലാൻ. പൂരം നടത്താനുള്ള പ്ലാനല്ല, പൂരം കലക്കാനുള്ള പ്ലാനാണ്. അതാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP കൊടുത്തത്. പിന്നെ കണ്ടല്ലോ, പൂരം നടന്നപ്പോ കണ്ടല്ലോ, രാവിലെ 11 മണിക്ക് മഠത്തിൽ വരവ് തുടങ്ങുമ്പോൾ തന്നെ പോലീസിന്റെ ശല്യം തുടങ്ങിയ. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ കുടമാറ്റം നടക്കും, തെക്കോട്ടിറക്കം നടക്കും. അതെല്ലാം തടസ്സപ്പെടുത്തുകയാണ്. വൈകുന്നേരമൊക്കെ തടസ്സപ്പെടുത്തുക. രാവിലെ മുതൽ ഈ പ്രശ്നമാണ്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നവർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഈ വേദിയിലും സദസ്സിലും അന്ന് ഉണ്ടായിരുന്ന ആളുകൾ ഇതുവരെ ദർശിക്കാത്ത തരത്തിലുള്ള പോലീസിന്റെ സംവിധാനങ്ങളാണ്. എത്ര മണിക്കാണ് വെടിക്കെട്ട്? വെളുപ്പാങ്കാലത്ത് 3 മണിക്കാണ് വെടിക്കെട്ട്. രാത്രി 9 മണിക്ക് പ്രധാനപ്പെട്ട എൻട്രൻസ് എല്ലാം അടച്ചു. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് നടക്കുന്ന വെടിക്കെട്ടിന് എന്തിനാണ് പ്രധാനപ്പെട്ട എൻട്രൻസ് എല്ലാം അടച്ചത്? അത് ഈ പ്ലാനാണ്, കൂടെ കലക്കാനുള്ള പ്ലാനിന്റെ ഭാഗമായിട്ടാണ്. 9 മണിക്ക് അതിലുണ്ട്, ആ പ്ലാനിലുണ്ട്, ആ പ്ലാനിന്റെ അകത്ത് ഉണ്ട്. ഞാനീ പറയുന്നത് 9 മണിക്ക്
എൻട്രൻസ് എല്ലാം അടക്കണം. സ്വാഭാവികമായിട്ട് ആളുകൾ പല സ്ഥലത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പ് രാത്രിയാണ് വീണ്ടും, അല്ലെ? രാത്രിയാണ് വീണ്ടും എഴുന്നള്ളിപ്പ്. ആ എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടില്ല. അത് ചിലപ്പോൾ 11-12 മണിയാവും രാത്രി എഴുന്നള്ളിപ്പ് തുടങ്ങാൻ. അതിനു മുമ്പ് തന്നെ 9 മണിക്ക് കംപ്ലീറ്റ് എൻട്രൻസ് അടച്ചു. അപ്പൊ പൂരപ്രേമികളായിട്ടുള്ള ആളുകൾ നാട്ടുകാരെ തിരക്കിക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ പൂര കാണാൻ വന്ന ഈ പാവങ്ങളെ എത്ര സ്ഥലത്ത് ഈ പോലീസ് ലാത്തിചാർജ് ചെയ്തു? എത്ര സ്ഥലത്ത് ലാത്തിചാർജ് ചെയ്തു? ദേവസ്വം ഭാരവാഹികളെ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് തള്ളി നീക്കിയില്ല. ഏതെങ്കിലും കാലത്ത് നടന്നിട്ടുണ്ടോ? തള്ളി നീക്കിയില്ല. പോലീസ് തള്ളി നീക്കി കംപ്ലീറ്റ് ആളുകൾ മുഴുവൻ ഉന്തി മാറ്റി. പച്ചത്തെറിയാണ് പറഞ്ഞത് പ്രകോപിക്കാൻ. ആളുകളെ പ്രകോപിക്കാൻ പോലീസ് പച്ചത്തെറിയാണ് പറഞ്ഞത്. ക്രൂരമായ ലാത്തിച്ചാർജ്. ഉത്സവം കാണാൻ വരുന്നവരെ, പൂരം കാണാൻ വരുന്നവരെ ലാത്തിച്ചാർജ് ചെയ്യാൻ പോലീസ് തന്നെ ഉണ്ടാക്കിയ ഒരു തടസ്സം സൃഷ്ടിച്ച കുഴപ്പം, അതൊരു വലിയ കുഴപ്പമാക്കി മാറ്റാൻ വേണ്ടി അത് ചെയ്യുക. ആനയ്ക്ക് പട്ടയുമായി വരുമ്പോ ആരാണ്? ആനയ്ക്ക് പട്ടയുമായി വരുമ്പോ ആന ഫുൾ ടൈം നിൽക്കില്ലേ ഉത്സവത്തിൽ, എഴുന്നള്ളിപ്പിൽ, പൂരത്തിൽ? അത് കഴിക്കുന്നുണ്ടെങ്കിലും അത് കഴിച്ചില്ലെങ്കിൽ അത് എന്തെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിച്ചാലോ? ഇവിടെ ഫോറസ്റ്റ് വരെ വന്ന് നോക്കി ആനയ്ക്ക് ഉള്ള പട്ട നിശ്ചയിച്ച് എത്ര ആനയുണ്ട് അത്രയും ആനയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ, അത് കൊടുക്കേണ്ട പട്ട ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുടെ കണക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കും. ഉത്സവത്തിന് പൂരത്തിന് മുമ്പ് എത്ര ആനയുണ്ട്, എത്ര റിസർവ് ആന, ഈ ഉള്ള ആന മാത്രമല്ല റിസർവ് ആന ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, റിസർവ് ആന വേറെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ആനയ്ക്ക് ഒരു കുഴപ്പം പറ്റിയാൽ പകരം നിർത്താനുള്ള ആന വരെ, റിസർവ് ആന വരെ ഉണ്ടാവും. ഈ റിസർവ് ആനയ്ക്ക് വരെയുള്ള പട്ട തയ്യാറാക്കി എത്ര കിലോ ഉണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുന്ന ഒരു സിസ്റ്റം എത്രയോ വർഷങ്ങളായിട്ടുള്ള ആനയ്ക്ക് പട്ട കൊടുക്കാൻ പോലും പോലീസ് സമ്മതിച്ചു. അത് മറ്റേ പ്ലാനാണ്, രണ്ടാമത്തെ പ്ലാൻ. കലക്കാനുള്ള പ്ലാനാണ്. ഒരാളെയും കയറ്റി വിടണ്ട, ഒരു ജനപ്രതിനിധിയും കയറ്റി വിടണ്ട, ആരെയും കയറ്റി വിടണ്ട. വ്യാപകമാണ്. രണ്ട് മന്ത്രിമാർ ഈ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പോലീസ് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വൈകുന്നേരം വരെ 2 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. കെ മുരളീധരനും BS സുനിൽകുമാറും ഏകദേശം 4 മണി 5 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും മറ്റേ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. വെളുപ്പാൻ കാലത്താണ് ഒരു 11 മണി, വെളുപ്പാൻ കാലത്തല്ല, 11 മണി കഴിഞ്ഞപ്പോഴാണ് മന്ത്രിമാരോട് പോകണ്ട എന്ന് നിർദ്ദേശിച്ച പോലീസ് മന്ത്രിമാരോട്, നിങ്ങൾ അറിയണം, തൃശ്ശൂർക്കാരെ അറിയണം, 2 മന്ത്രിമാരോട് പോകണ്ട, അവിടെ ഇപ്പൊ പോകുന്നത് നല്ലതല്ല. സാധാരണ പോലീസ് പറഞ്ഞാൽ പോകില്ല. ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി പോകേണ്ടത് ആര് മന്ത്രിയായാലും തീരുമാനിക്കുള്ളൂ. അവര് പോകണ്ട എന്ന് തീരുമാനിച്ച അതേ സ്ഥലത്തേക്ക് അവരോട് പോകണ്ട എന്ന് പറഞ്ഞ അതേ പോലീസ് സേവാഭാരതിയുടെ ആംബുലൻസ് BJPയുടെ സ്ഥാനാർത്ഥിയെ എഴുന്നള്ളിക്കുകയാണ്. മുമ്പിൽ പൈലറ്റ്, പുറകിൽ എസ്കോർട്ട്. അവർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമല്ല പൈലറ്റിനും എസ്കോർട്ടും കൊടുത്തത്, സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്ന RSS നേതാവ് വത്സൻ തില്ലങ്കേരി കൂടെ ഉണ്ട്. അറിയണം, ഇതെല്ലാം ജനങ്ങൾ അറിയണം. വത്സൻ തില്ലങ്കേരി അറിയപ്പെടുന്ന RSS, കേരളത്തിലെ പ്രമുഖനായ RSS നേതാവ്. അവർക്കാണ് പിണറായി വിജയന്റെ പോലീസ് മന്ത്രിമാർക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാർക്ക് കൊടുക്കേണ്ട പൈലറ്റും മന്ത്രിമാർക്ക് കൊടുക്കേണ്ട എസ്കോർട്ടും ഈ BJP സ്ഥാനാർത്ഥിക്കും ഈ RSS നേതാവ് വത്സൻ തില്ലങ്കരിക്കും കൊടുത്തത് എന്ന് നിങ്ങൾ അറിയണം. ഇനി എന്താണ് പിന്നത്തെ വ്യാഖ്യാനം? പൂരം കലങ്ങി, ദേവസ്വം പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം തീരുമാനിച്ചു. പൂരം നിർത്തിവെക്കപ്പെട്ടു. പിറ്റേ ദിവസം എന്താണ് ഗവൺമെന്റ് വ്യാഖ്യാനം, സർക്കാർ വ്യാഖ്യാനം എന്താ? അത് കമ്മീഷണർ അഴിഞ്ഞാടി. എപ്പോ മുതൽ അഴിഞ്ഞാടി? തലേ ദിവസം രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടി. ഈ പോലീസിന്റെ സിസ്റ്റം എന്താ? കമ്മീഷണറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെങ്കിൽ അവസാന വാക്ക് കമ്മീഷണറുടെ ഓർഡർ കിടന്നു. കമ്മീഷണറുടെ മീതെ ഒരു DIG ഉണ്ടെങ്കിൽ ആ DIG ആണ് അവസാന വാക്ക്. അതിന്റെ മീതെ ഒരു IG ഉണ്ടെങ്കിൽ IG ആണ് അവസാന വാക്ക്. IGക്ക് മീതെ ADGP ഉണ്ടെങ്കിലോ ADGP ആണ് അവസാന വാക്ക്. ഞങ്ങളാണ് കേരളത്തിലെ പ്രതിപക്ഷമാണ് പുറത്തുവിട്ടത്. ഈ കമ്മീഷനാണ് അലങ്കോലപ്പെടുത്തിയത് എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ പൂരം കലക്കാനുള്ള പ്ലാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ
അനുമാനത്തോടുകൂടി തയ്യാറാക്കിയ അജിത് കുമാർ ഈ നഗരത്തിലുണ്ടായിരുന്നു. ഈ നഗരത്തിൽ പിന്നെ എങ്ങനെ കമ്മീഷണർ മാത്രം കുറ്റവാളിയാകുന്നത്? അന്തിമ ഉത്തരവിടുന്നതാര? ഇവിടെയുള്ള ഏറ്റവും പോലീസ് ഹൈറാർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് അജിത് കുമാർ സ്ഥലത്തുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, മുഴുവൻ സമയത്തുണ്ട്. കമ്മീഷണർ അഴിഞ്ഞാടി എന്നാണ് ഗവൺമെന്റ് പറയുന്നതെങ്കിൽ അതിന്റെ മേലേക്ക് മേലെയുള്ള ഈ ഉദ്യോഗസ്ഥൻ ഒരു ഫോൺ ചെയ്ത് കമ്മീഷണർ, നമുക്കറിയാലോ പോലീസിലെ മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥന്മാർ പറയുന്ന ഭാഷ മൈക്കിൽ കൂടി പറയാൻ പറ്റില്ല. എന്തെങ്കിലും താൻ എന്താണ് ചെയ്യുന്നതെങ്കിൽ ചോദിക്കണ്ടേ? ചോദിച്ചില്ലല്ലോ. വെളുപ്പാങ്കാലം വരെ ചോദിച്ചില്ലല്ലോ ഈ ഉദ്യോഗസ്ഥൻ. അപ്പൊ ഇത് നടക്കട്ടെ എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. ഒറ്റ കാര്യം മാത്രമാണ്, തന്റെ പൂരം കലക്കാനുള്ള പ്ലാൻ നന്നായി നടപ്പാക്കുന്നുണ്ടോ എന്നാണ്. അത് നടപ്പാക്കിയില്ല എനിക്ക് ചോദിച്ചാൽ അതാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഇനി 2 മന്ത്രിമാർക്കറിയാം പൂരം കലങ്ങുകയാണ് അല്ലെ? ഈ പോലീസിന് മുഴുവൻ അറിയാം പൂരം കലങ്ങുകയാണ്. ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഉറക്കമല്ലായിരുന്നല്ലോ. രാവിലെ 11 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഉറങ്ങുന്ന ആളല്ല. നിങ്ങൾ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പിണറായി അങ്ങനെയൊന്നും ഉറങ്ങില്ലത്. അത് കൃത്യസമയമുണ്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ. എപ്പോ ഉറങ്ങണം, എപ്പോ എഴുന്നേൽക്കണം എന്നൊക്കെ കൃത്യമായ ചിട്ടയുള്ള ആളാണ്. അപ്പൊ എന്തായാലും രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെ ഉറങ്ങാത്ത ഈ മുഖ്യമന്ത്രി ഈ ലോകോത്തര ഉത്സവമായ ഈ പൂരം പോലീസ് ഇടപെട്ട് കലക്കുമ്പോൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഏതെങ്കിലും അന്തം തമ്മിൽ വിശ്വസിക്കോ? അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നതെങ്കിൽ ഞാൻ വിനയാനിതനായി പറയും, ബഹുമാനപ്പെട്ട മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. അറിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരം തന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് അഴിഞ്ഞാടി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അറിഞ്ഞില്ല. ഈ 2 മന്ത്രിമാർ മുഖ്യമന്ത്രിയെ വിളിച്ചില്ലേ? 2 മന്ത്രിമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തില്ലേ? ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തില്ലേ? അറിയാമല്ലോ. ചെറുവിരൽ അലക്കിയോ ഈ മുഖ്യമന്ത്രി? ഈ കമ്മീഷണർ വിളിച്ചോ? ഈ ADGP ലോ ആൻഡ് ഓർഡറിനെ വിളിച്ചോ? അങ്കിൾ എന്നാണ് വിളിക്കുന്നത് അജിത് കുമാർ. എന്താണ് അൻവർ പറഞ്ഞത്? മുഖ്യമന്ത്രി അങ്കിൾ എന്നാണ് വിളിക്കുന്ന അജിത് കുമാർ അങ്കിളിനെ വിളിച്ച് പറഞ്ഞു കാണുമല്ലോ എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്ന്. അതുകൊണ്ടല്ലേ വിളിക്കാതിരുന്നത്. അങ്കിൾ വിളിച്ചില്ലല്ലോ തൃശ്ശൂരിലേക്ക്. എത്ര മണിക്കൂർ? രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെ. ഇവരെല്ലാവരും കൂടിച്ചേർ. ഞാൻ സാമാന്യ യുക്തികളുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിയാതിരിക്കുമോ? അറിഞ്ഞാൽ ഇടപെടാതിരിക്കുമോ? അവിടെയാണ് പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് ഈ പൂരം കലക്കിയത്. എന്തിനാ പൂരം കലക്കിയത്? BJP ഇവിടെ ജയിപ്പിക്കാൻ തൃശ്ശൂർ. അതിനുള്ള അന്തരീക്ഷം പൂരം കലക്കി കഴിയുമ്പോൾ ഒരു വികാരമുണ്ടാവും, അതിനെതിരായി ഒരു ഹൈന്ദവ വികാരമുണ്ടാവും. അത് അറിയാൻ ഇവർക്ക്. ഇത് ഈ RSS BJP നേതാക്കൾക്ക് ഇത് നന്നായിട്ട് അറിയാം. ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ UP നടക്കുമ്പോൾ ബെന്നിച്ചേട്ടനറിയാം.